ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് കുറേ നാളിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ നല്ല റെസിപ്പീസും പിന്നെ ഷോപ്പിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇപ്പോൾ ഇതാ എണീച്ചപ്പാട് തന്നെ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ചോറ് വെക്കുന്നതാണ്. കാരണം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എണീക്കും. ചോറ് നേരത്തെ വെച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടൈം നമുക്കത് റെഡി ആയിട്ട് കിട്ടില്ല, ഗ്യാസിൽ വെക്കുന്നല്ലേ. അതുകൊണ്ട് നേരത്തെ ചോറ് വെക്കും ഫസ്റ്റ് തന്നെ. ഞാനിപ്പം വീഡിയോസെല്ലാം ഇടുന്ന കുറേ കുറഞ്ഞിന്. കാരണം നല്ല മടി മടി എന്നെല്ലാം പറഞ്ഞെങ്കിലേ എനിക്ക് ഇങ്ങനത്തെ മടി ഇതുവരെ ഉണ്ടായിട്ടാണ്. രാവിലെ ഉറങ്ങി എണീക്കാൻ തന്നെ ഇല്ലേ, രാവിലെ അല്ല ഉച്ചക്ക് തന്നെയാണ് ശരിക്കും എണീക്കല്. പക്ഷെ 12 മണി ആ ടൈമിലാണ് എണീക്കല്. ആ ടൈം മാറി പിന്നെ 1 മണിയായി, 1:30ആയി, 2 മണിയായി. നല്ല മടി കാരണം ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ടില്ലേ, ഇത് കുറച്ചെല്ലാം ഇങ്ങനെ ഒരു പനി അടിച്ച പോലെയാണ് ഉണ്ടാവില്ല. ഇങ്ങനെ തണുപ്പെല്ലാം വരുന്ന ടൈമിൽ ശരിക്കും പനിയില്ലെങ്കിലും ആ ഒരു ഫീലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ തന്നെ വിചാരിക്കും. പിന്നെ പണിയെല്ലാം എടുക്കാൻ നല്ല മടിയെല്ലാം ആയിട്ടില്ലേ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതേ മടി പിടിച്ചിട്ടാണ് എടുക്കലുണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലോ പോലെ വീഡിയോ എടുത്ത് വീഡിയോ അങ്ങനെ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൻട്രസ്റ്റിലൊന്നും ഞാനങ്ങനെ വീഡിയോ എടുക്കൂല. മുമ്പിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ടൈം കണ്ടെത്തി അങ്ങനെ വീഡിയോ എടുത്തിടല. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ അല്ല കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ഇടണമല്ലോ എന്ന് ഓർത്തിട്ടൊരു മടി പിടിച്ച പോലെ ആ വീഡിയോ എല്ലാം എടുക്കാറുള്ളത്. അതെല്ലാം ഒന്ന് മാറ്റണം എന്ന് തന്നെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ്. ഇപ്പോൾ അതാ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. നേരെ നമ്മൾ ഇഷ്ടത്തോടെ തന്നെ വീഡിയോ എടുത്താലല്ലേ വ്യൂവേഴ്സിനും ഇഷ്ടപ്പെടൂ. പിന്നെ എൻ്റെ വ്യൂസെല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുമ്പത്തെ പോലെയൊന്നുമല്ല, നല്ല കുറവാണ് ഇപ്പോൾ വ്യൂസെല്ലാം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ സ്റ്റാർട്ടാവാമെന്ന് വിചാരിച്ചു. മടിയെല്ലാം മാറ്റി ഇത് എല്ലാം പഴയതുപോലെ തന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ശരിക്കും മടി പിടിച്ചാൽ ലൈഫേ ബോറാവും കേട്ടോ. അത് മടിയുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ നേരെ ഇൻട്രസ്റ്റോട് പോകുന്ന ലൈഫ് പെട്ടെന്നൊന്ന് മടി പിടിച്ചാലല്ലേ പിന്നെ ഫുള്ളായിട്ടൊന്ന് ഡൗൺ ആയി പോകും. നമ്മൾ ഇത് ശരിക്കും മടി പിടിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മളെ ബാക്കിൽ എന്തെങ്കിലും വിഷമമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലായിരിക്കും നമുക്കൊരു മടുപ്പ് പോലെ വരല്. അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്കെന്തെങ്കിലും മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പിന്നെ ആകെ എല്ലാത്തിനോടുള്ള ഇൻട്രസ്റ്റും പോകും. ഞാൻ പറഞ്ഞ് എവിടേക്കെല്ലോ എത്തിയല്ലേ. ഇപ്പോൾ ഞാൻ ഫിഷ് ഉണ്ടായിനി, അയില, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ നോർമൽ മാരിനേഷൻ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യൽ. പിന്നെ കുറച്ചൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യലുണ്ട്. അതൊരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. പിന്നെ ഇന്ന് അയില കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കാണിക്കാം കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ. ഈ മീൻ കറിക്ക് മെയിനായിട്ട് വേണ്ടത് തന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയോട് വെച്ചാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. സവാള ഇടാനേ പാടില്ല കേട്ടോ. ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കുക. ചെറിയ ഉള്ളി കുറേയൊന്നും വേണ്ട, ഒരു 4-5, വലിയ സൈസാണെങ്കിൽ 4-5, അല്ല ചെറുതാണെങ്കിൽ 5-6 എണ്ണം എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇല്ലേ, ഈ കുറച്ച് ദിവസമായിട്ട് നമ്മളെ ലൈഫിൽ ബാഡ് ഡേയ്സ് എല്ലാം ഉണ്ടാകുന്നില്ലേ, അതുപോലെ തന്നെയാണ് എനിക്കും കുറച്ച് ദിവസമായിട്ട് എനിക്കിഷ്ടമില്ലാത്ത ദിവസങ്ങളാണ് ഉണ്ടായത്. കാരണം എനിക്കിഷ്ടമില്ലാത്തതെല്ലാം നടക്കുന്നത്. ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ എന്തെല്ലോ ചിന്തിച്ചുണ്ടാക്കും. ചെറിയൊരു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ ചെറുതായിട്ട് ഞാനെല്ലാം മാറ്റിയെടുക്കാൻ നോക്കി. പിന്നെ മുമ്പെല്ലാം എനിക്കൊരു പ്രശ്നം ഉണ്ടായിനി, ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ പലതും മാറ്റിയേക്കലുണ്ടായിനി മുമ്പെല്ലാം. ഇങ്ങനെ അവരെന്ത് വിചാരിക്കും, ഇവർ
എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ. അതുകൊണ്ടില്ലേ അതെല്ലാം ആ ചിന്തയെല്ലാം മാറ്റിയിട്ട് ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ജീവിച്ചാലില്ലേ നമ്മളെ ലൈഫ് നല്ല പോലെ ഹാപ്പി ആയിട്ട് നമുക്ക് കളർഫുള്ളായിട്ട് പോകാൻ പറ്റും കേട്ടോ. നമ്മളെ ലൈഫ് നമ്മളല്ല ശരിക്കും ജീവിക്കേണ്ടത്. നമ്മൾ വേറൊരാൾക്ക് ജീവിക്കാൻ കൊടുത്താൽ നമ്മളെ ലൈഫിന് എന്തായാലും അവർ പിടിച്ചിടും. കാരണം നമ്മളെ ലൈഫിൽ സന്തോഷം ആഗ്രഹിക്കുന്നവർ കുറച്ച് മാത്രമേ ഉണ്ടാവും. നമ്മളെ അടുത്തുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ ലൈഫിൽ സക്സസ്സും സന്തോഷമെല്ലാം ആഗ്രഹിക്കൂ. ഈ അധികം ഒരു 18% ആൾക്കാരും നമ്മളെക്കുറിച്ച് മോശം പറയുന്നതും മോശം ചിന്തിക്കുന്നതും നമ്മളെ ബാഡ് ഡേയ്സിൽ ചിരിക്കുന്നവരെല്ലാമായിരിക്കും. നമ്മളെ ഫെയിലിയറിലെല്ലാം ബാക്കിൽ നിന്ന് ചിരിക്കുന്നവരായിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷെ അവരെല്ലാം ചിന്തിച്ചുകൊണ്ട് നിന്നാലില്ലേ പിന്നെ നമുക്ക് ലൈഫിൽ മുമ്പോട്ട് പോകാനേ പറ്റില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം ഓവർകം ചെയ്തിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കാൻ ഒരു തീരുമാനം എടുത്ത്. അതുകൊണ്ടില്ലേ ലൈഫിൽ മിക്ക പ്രശ്നത്തിനെല്ലാം ഞാൻ തന്നെ ഒരു സൊല്യൂഷനും കണ്ടുപിടിച്ച് അതൊന്നും ചിന്തിക്കാതെ നിൽക്കുക. അത് നടക്കേണ്ടത് എന്തായാലും നടക്കും. നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഓവർ തിങ്ക് ആക്കിയാലും നടക്കേണ്ടത് എന്തായാലും നടക്കുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞാനെല്ലാം ഓവർകം ചെയ്തിട്ടില്ലേ ഞാൻ എൻ്റേതായ രീതിയിൽ തന്നെ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചുകൊണ്ട് കുറച്ചെല്ലാം എനിക്ക് തന്നെ ഒരു മാറ്റം വന്നിനി. ശരിക്കും പറഞ്ഞിട്ട് എവിടെയെല്ലാം എത്തിയല്ലേ. കാരണം ഇതെനിക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടായിന്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സോട് തന്നെ പറഞ്ഞാൽ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോയ പോലെ ആവും, നമുക്ക് ഒരാളോട് പറഞ്ഞ പോലെ ആവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇവിടെ പറയാനുള്ള കാരണം നമ്മളെ ബാഡ് ഡേയ്സ് എല്ലാം നമുക്ക് മറന്ന് ജീവിതം അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇതിപ്പോൾ മിക്കവാറും എത്ര ആൾ കേൾക്കുന്നൊന്നും അറിയില്ല, പക്ഷേ കേൾക്കുന്നവർക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതാ മീൻ കറീൻ്റെ റെസിപ്പി നോക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉലുവയിലൊന്ന് പൊട്ടി വരണം കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയിലൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലപോലെ കളറൊന്നും ചേഞ്ചായിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ. ഈ ചെറിയ ഉള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇടാം കേട്ടോ. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. ഇത് ചെറുതായതുകൊണ്ട് നല്ല എരിവുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വലിയ സൈസിലുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ മീൻകറി വെക്കുമ്പോൾ ഇടാൻ. എന്നാലേ നമുക്ക് ആ ഒരു പുളിപ്പും അത് ഉടഞ്ഞിട്ടെല്ലാം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക. ഈ തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ. അപ്പോൾ തക്കാളിയിൽ നല്ല പോലെ ഒന്ന് വെന്ത് വരും. അങ്ങനെ ഇപ്പോൾ ഇത് ആ തക്കാളിയിൽ വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇല്ലേ തക്കാളിയിലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ തക്കാളി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് ഫിഷ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എത്രയാണോ കറി വെക്കുന്നത് അതനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഫിഷ് മസാല ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം ഒന്ന് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ പൊടീൻ്റെ എല്ലാം ഒന്ന് പച്ചമണം മാറുമ്പോൾ ഇല്ലേ ഇതിലേക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാധാരണ ആ ഉണ്ടപ്പുളിയില്ലേ നമ്മൾ ഉണ്ടപ്പുളി
എന്നാട്ടോ അതിന് പറയാം. അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് കുറച്ച് നേരത്തെ. അതൊന്ന് അത് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ടൈം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഈ പുളിയല്ലെങ്കിൽ കൊടംപുളിയില്ലേ, അതിട്ടാലും മതി. പക്ഷെ അതിൻ്റെ ടേസ്റ്റും സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പുളിയാണ് യൂസ് ചെയ്യൽ. ഇതിട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്കെല്ലാം. ഇത് നല്ല പോലെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരുവൊന്നും ഇല്ലാതെ വെള്ളം മാത്രം ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി വെള്ളം കൂടാതെ പിന്നെ കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. ഈ കറിയിലേക്ക് ഒന്നെങ്കിൽ അയില, അല്ലെങ്കിൽ മത്തി, അല്ലെങ്കിൽ അയക്കൂറ, ഈ 3 മീനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഇത്ര നാളും ഇങ്ങനെ വെക്കുന്നുണ്ടാകും എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും ഈ 3 മീൻ കിട്ടിയാൽ ഇങ്ങനെ തന്നെയാണ് കറി വെക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ. ഇപ്പോൾ മീൻ ഇട്ടതിന് ശേഷം അധികമൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക. മീനെല്ലാം വെന്ത് വരുമ്പോൾ അല്ലേ ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ വേണം കേട്ടോ വെളുത്തുള്ളി ഇടാൻ. അപ്പം നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും ഈ മീൻ കറിക്ക്. ഇത് എൻ്റെ ഉപ്പ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ. മീൻ കറി വെക്കുമ്പം ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് ഞാനൊരിക്കൽ ട്രൈ ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴും മീൻ കറി വെക്കുമ്പം വെളുത്തുള്ളി ഫസ്റ്റേ ഇടൂല. ഇങ്ങനെ മീനെല്ലാം വെന്തിട്ട് ആ തിള വരുന്നില്ല, ലാസ്റ്റ് ആ ടൈമിലാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കൽ. ഇനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. ഇങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് രാത്രി അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ മീൻ കറി. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ മീനും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചോറ് കഴിച്ചതിന് ശേഷം അപ്പാടെ തന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിന്. മന്ത്ലി ഷോപ്പിങ്ങിൽ കുറച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങാൻ പോകാനുണ്ടായിന്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു വേഗം റെഡി ആയിട്ട് വേഗം പോകണം, കുറേ ടൈമൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടില്ലേ. പിന്നെ ചോറ് കഴിച്ചതിന് ശേഷം വേഗം ഇവിടെ അടുത്ത് തന്നെയുള്ള ഗ്രാൻഡ് മാളിലേക്ക് പോകുന്നതാണ്. അവിടെ ആകുമ്പോൾ എന്തെങ്കിലും ഓഫറും ഉണ്ടാവും, നമുക്ക് എല്ലാ സാധനവും അവിടെ പോയാൽ വാങ്ങിയിട്ട് വരാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഗ്രാൻഡ് മാളിലേക്ക് പോകുന്നതാണ് വേഗം. അങ്ങനെ ഇപ്പോൾ ഗ്രാൻഡ് മാളിലേക്ക് എത്തി. പിന്നെ മന്ത്ലി ഉള്ള നമുക്ക് ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിന്. ഇങ്ങനെ കുറച്ച് അരിയെല്ലാം വാങ്ങാനും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടായിന്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല ആളും ഉണ്ടായിന്. വീക്കെൻഡിലാണ് ഇവിടെ എന്തെങ്കിലും ഓഫറെല്ലാം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫിഷ് ഫെസ്റ്റ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഇന്ന് വന്നത് നല്ലതായി എന്ന് വിചാരിച്ച്. കാരണം നമ്മൾ ഫിഷ് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കല, അങ്ങനെ എപ്പോഴൊന്നും ഫിഷ് വാങ്ങൂല. അതുകൊണ്ട് ഇന്ന് വന്നത് നല്ലതായി വിചാരിച്ച്. നല്ല ചെറിയ റേറ്റിന് കുറേ ഫിഷ് ഉണ്ട് ഇവിടെ. ഈ ഫിഷിൻ്റെ ഫെസ്റ്റ് ആയതുകൊണ്ടില്ലേ എല്ലാ ടൈപ്പിലുള്ള ഫിഷും ഉണ്ട്.
അങ്ങനെ ഇപ്പോൾ ഇതാ മീനെല്ലാം നോക്കി വേണ്ടതെല്ലാം ഓരോന്ന് വാങ്ങി. ഇങ്ങനെ ഓഫർ ഉണ്ടെല്ലാം ഓരോന്ന് നോക്കി വാങ്ങി. ഇനിയിപ്പോൾ ഇതാ ഞാൻ നാഷ്തൻ്റെ ആ ഒരു റാക്കിലൊക്കെ വന്നത്. അവിടെ ഞാൻ ചപ്പാത്തി എടുക്കലും വാങ്ങും. ഇതിൻ്റെ ചപ്പാത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ റേറ്റും തന്നെയാണ്. ഇത് നമ്മൾ വീട്ടിലെല്ലാം ഉണ്ടാക്കുന്ന അതേ ചപ്പാത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഈ നാഷ്തൻ്റെ. ഇനി ഇതിൻ്റെ പൊറോട്ടയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ അധികം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെയാണ് എടുക്കൽ. ഇപ്പോൾ ഇതാ ഫിഷെല്ലാം സാൽമൺ എല്ലാം ചെറിയ പൈസയാണ് കേട്ടോ, കാരണം ഈ പൈസക്ക് സാൽമൺ ഒന്നും ഉണ്ടാവലേ ഇല്ല. ഈ ഫിഷിൻ്റെ ഫെസ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു ചെറിയ പൈസക്കെല്ലാം സാൽമൺ ഉണ്ടായതുകൊണ്ട് ഞാനിതൊരു കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്ന് വിചാരിച്ചിട്ടില്ലേ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതിൻ്റെ മേളത്തെ ഭാഗം നോക്കുമ്പോൾ ഇപ്പോൾ എന്താ മനസ്സിലായത്, സീ ഷോർ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ, പിന്നെയാണ് കണ്ടത് ഇവിടെ. അതുകൊണ്ടാണ് കേട്ടോ നല്ല ഓഫർ ഉണ്ടായിരുന്നു ഞാൻ വന്ന ടൈമിൽ. പിന്നെ ബാക്കിയുള്ള നമുക്ക് അത്യാവശ്യമുള്ള ഐറ്റംസ് എല്ലാം പിന്നെ ഓരോന്നേ നോക്കി വാങ്ങുന്നതാണ്. ഇവിടെ വന്നാൽ ഞാൻ അധികം നോക്കൽ ഓഫറുണ്ട് ഐറ്റംസാണ്. നല്ല ഓഫറുണ്ട് ഐറ്റംസ് എല്ലാം എപ്പോഴൊന്നും കിട്ടൂല ഈ റേറ്റിൽ. അതുകൊണ്ട് ഓഫറുണ്ട് ടൈമിൽ ഞാൻ വാങ്ങി വെക്കും. ഇങ്ങനെ ചീസും സ്പ്രെഡ് അങ്ങനത്തെ എല്ലാം എപ്പോഴെങ്കിലേ ഓഫറിലുണ്ടാവും. അതുകൊണ്ട് ഞാനത് വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഹെസ്ലിൻ്റെ ഡയപ്പറും തീർന്നിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് പാഡും വാങ്ങാനുണ്ടായിന്. ഇവിടെ എനിക്ക് നല്ല ഓഫറിലുള്ള കിട്ടൽ ഈ ഫെമിക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പാഡാണ് ഞാൻ യൂസ് ചെയ്യൽ ഇവിടെ UAE വന്നാൽ. പിന്നെ ഹെസ്ലിക്ക് ഞാൻ മുമ്പെല്ലാം യൂസ് ചെയ്യൽ പാമ്പേഴ്സ് ബ്രാൻഡിൻ്റെ തന്നെ ഈ ഡയപ്പറാണ് കേട്ടോ, കാരണം അതേ അവൾക്ക് പറ്റൂ, ഇല്ലെങ്കിൽ വേറെ എന്തായാലും റാഷസ് എല്ലാം ആവലുണ്ട്. അതുകൊണ്ടില്ലേ ഞാൻ ഇങ്ങനെ അതന്നെ യൂസ് ചെയ്തുകൊണ്ടുണ്ടല്ലേ അതിന് നല്ല റേറ്റും തന്നെയാണ്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ബ്രാൻഡിൻ്റെ ഡയപ്പറില്ലേ ഇത് നല്ല സോഫ്റ്റും തന്നെയാണ്, നല്ല കുറേ ടൈം നിൽക്കുന്നു കേട്ടോ, അങ്ങനെ ലീക്കായി പോകുന്നൊന്നുമില്ല. നല്ല പ്രൈസും കുറവും തന്നെയാണ്. ഒരിക്കൽ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല ഇഷ്ടമായ ശേഷമില്ലേ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇത് തന്നെയാണ് വാങ്ങൽ. ഇത് ഗ്രാൻഡ് മാളിൽ മാത്രമേ കിട്ടുന്നുള്ളൂ, വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്നറിയില്ല. പക്ഷേ ഇത് നല്ലൊരു ഡയപ്പറാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും ഓഫർ പറഞ്ഞിട്ട് ഓഫറുള്ള സാധനമായിട്ടും വാങ്ങുന്നത്. പക്ഷേ വാങ്ങിക്കഴിഞ്ഞിട്ട് ബില്ലടിക്കുമ്പോഴല്ല ഇപ്പം നല്ല റേറ്റ് ആവില്ല. അത് എത്ര ഓഫറുള്ള സാധനം വാങ്ങിയാലും എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മൾ ഓഫർ നോക്കിയിട്ട് വാങ്ങിയാലും മാക്സിമം നമ്മൾ കുറക്കാൻ നോക്കും, പക്ഷേ ബില്ലടിക്കുന്ന സമയത്തായിരിക്കും നെട്ടിപ്പോകുന്നത്. ഞാനധികം ഓഫർ നോക്കിയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ഓവറായിട്ട് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഷോപ്പിലെല്ലാം പോയിട്ടാണ് വാങ്ങിക്കലുള്ളത്. ഇവിടെ ഇങ്ങനെ ഗ്രാൻഡ് മാളിലെല്ലാം അങ്ങനെ മന്ത്ലി എല്ലാം വരും. വന്നാൽ ഇങ്ങനെ ഓഫറുള്ള ഐറ്റംസ് എല്ലാം ഓരോന്ന് നോക്കി ഇങ്ങനെ എടുക്കും. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന ആ ടൈമിൽ ഞാൻ ഈ മാംഗോൻ്റെ ഐസ്ക്രീം ഭയങ്കര വൈറലായിട്ടുണ്ടായിട്ടേ, അതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. കാണാനൊരു കുഞ്ഞ് സൈസ് മാത്രമേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പ്രൈസ് അതിന് വേർത്തല്ല കേട്ടോ, കുറച്ച് കൂടുതൽ പ്രൈസ് ആയതുകൊണ്ടല്ലേ. പിന്നെ അത് നമുക്ക്
അത് നോക്കണമെന്നൊരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ്. കാരണം ഒരു കുഞ്ഞ് സൈസ് മാത്രമേ ഉള്ളൂ. ഒന്ന് വാങ്ങിയാൽ ശരിക്കും അത് നമുക്ക് തിന്നാനും കിട്ടൂല. കുട്ടികളുണ്ടായതുകൊണ്ട് രണ്ടാളും അത് കഴിക്കും. പിന്നെ ആ പ്രൈസിന് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ തന്നെ വെച്ച് പിന്നെയാണ് നമ്മൾ പഴയ നൊസ്റ്റാൾജിക് ആയിട്ടായ സിപ്പപ്പ് കാണുന്നത്. അതും ഗ്രേപ്പിൻ്റെ സിപ്പപ്പ് നല്ല ടേസ്റ്റല്ലേ. നമ്മൾ പണ്ടെല്ലാം കഴിക്കുന്നില്ലേ സ്കൂളിലെല്ലാം പോകുന്ന ടൈമിൽ. എനിക്കതാണ് കേട്ടോ ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞാൻ സിപ്പപ്പ് കാണുമ്പോൾ, അതും ഗ്രേപ്പിൻ്റെ സിപ്പപ്പ് കാണുമ്പോൾ അതെടുത്തിന് ഞാൻ. അത് പണ്ടത്തെല്ലാം ഒരു ഓർമ്മയാണ് അത് കഴിക്കുന്ന ടൈമിൽ. പിന്നെ ഇപ്പോൾ ഇതാ ഇവിടുന്ന് കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിന്. ഇങ്ങനെ ഇതിൽ എന്തെല്ലോ സമ്മാനങ്ങളുണ്ട്. ഈ പൊന്നും പിന്നെ കാറ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട്. അടിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ കൂപ്പണിൽ പേരെല്ലാം എഴുതിയിട്ടിട്ടിന്. അത് മന്ത്ലി ഒരിക്കൽ എന്തോ കൂപ്പണ് നറുക്കെടുപ്പാന്ന് തോന്നുന്നു. പിന്നെ അധികം അവിടെ ടൈം നിന്നിട്ടാട്ടാ. പിന്നെ എല്ലാം ബില്ലെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ റൂമിലേക്ക് തന്നെ പോകുന്ന. ഇവർ പിന്നെ ഈ ചോക്ലേറ്റും ഈ മിഠായിലും വാങ്ങിയാലില്ലേ, അവർക്ക് പിന്നെ ഒരു ഇതുണ്ടായില്ല, വെയിറ്റ് ഉണ്ടായില്ല. അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കും. ഇങ്ങനെ എന്തെങ്കിലും പുതിയ മിഠായിയെല്ലാം വാങ്ങി നോക്കിയാൽ അപ്പം തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചിട്ട് കഴിക്കുന്നതാണ് ഇപ്പോൾ രണ്ടാളും. ഇപ്പോൾ ഇതാ പിന്നെ റൂമിൽ വന്നതിന് ശേഷമില്ലേ, ഞാൻ കുറേ നാളായി വിചാരിക്കുന്നത് എയർ ഫ്രയർ വാങ്ങിയിട്ടില്ലേ കുക്കീസ് ഉണ്ടാക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും കുക്കീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇത് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കുന്ന കുക്കീസാണ് കേട്ടോ. ഇതിൻ്റെ അളവോ ഇതൊന്നും കറക്റ്റ് ശരിക്കും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ ഉണ്ടാക്കുന്ന എയർ ഫ്രയർ വന്നതിന് ശേഷമില്ലേ എന്തെല്ലോ പരീക്ഷണങ്ങൾ ഞാൻ നടത്തീനി. അതിൽ കുറേ എണ്ണം സക്സസ് ആയിനി, കുറേ എണ്ണം ഫെയിലായിനി. അങ്ങനെ ഒരു സക്സസ് ആയിനെന്ന് പറയാട്ടാ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിനി കുക്കീസ്. ഞാൻ ഇതിൻ്റെ അളവെല്ലാം പറയാട്ടാ. 1 കപ്പ് മൈദയും 1/2 കപ്പ് പൊടിച്ച ഷുഗറും പിന്നെ 2 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും പിന്നെ ഒരു 50 ഗ്രാമോളം നല്ല തണുത്ത ബട്ടറില്ലേ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷമില്ലേ ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ നമ്മൾ ബോൾസ് ആക്കാൻ പറ്റുന്ന ആ രൂപത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കാൻ. അധികം ലൂസാവാൻ പാടില്ല, നല്ല കട്ടിക്കും ആവാൻ പാടില്ല. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ പോലെ ആക്കിയെടുക്കുക. നമ്മൾക്ക് ബോൾസിലാക്കാൻ പറ്റുന്നില്ലേ അതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. പിന്നെ കയ്യിലധികം ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് മൈദ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനൊന്ന് ആ സ്റ്റിക്കിനെസ് എല്ലാം പോയിട്ടില്ലേ ഒന്ന് കയ്യിലെല്ലാം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബോൾസ് ആക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ നല്ല പോലെ കുഴച്ചെടുത്തതിന് ശേഷം ചെറിയൊരു ബോൾസാക്കി ഇതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ പരത്തണ്ട കേട്ടോ, കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഷേപ്പ് ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമല്ലേ, നമ്മൾ ആ കുക്കീസിൻ്റെ ഒരു ഷേപ്പ് തന്നെ കിട്ടുകയും ചെയ്യും. നല്ല പോലെ ഒന്ന് പരത്തി ബോളാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കൈ വെച്ചിട്ട്.
അങ്ങനെ ഇതാ കുക്കീസ് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 3 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബദാമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുക്കീസിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സ് എല്ലാം ഇല്ലേ, അതെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഓരോ ബദാം അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്ക് കുക്കീസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 160 ഡിഗ്രിയിൽ 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ ഒരു ഡിഗ്രിയിൽ 25 മിനിറ്റ് വെക്കുക. 160 ഡിഗ്രിയിൽ 25 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ അത് ആ കുക്കീസ് എല്ലാം റെഡി ആകാൻ ഇടയിലില്ലേ, ഞാൻ ഈ കൊറിയൻ നൂഡിൽസ് ഇതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇത് നല്ല സ്പൈസിയാണെന്നെല്ലാം പറയുന്നത് കേട്ടിനി. ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ കപ്പ് നൂഡിൽസ് ഇല്ലേ, ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിക്കുന്നത് അതാ. ഇതിൽ 2 സാഷേ ഉണ്ട്, ഒരു സോസിൻ്റെയും പിന്നെ ഒരു ചീസ് പൗഡറിൻ്റെ. ഇത് ചീസ് ഫ്ലേവർ ആയതുകൊണ്ട് ചീസിൻ്റെ ആ പൗഡറിൻ്റെ ഉണ്ട്. അതിൽ ആ സോസ് കാണുമ്പോൾ തന്നെ വിചാരിച്ചിന് നല്ല എരിവാന്ന്. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ നൂഡിൽസിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം എന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മിനിറ്റ് വെക്കണം, എന്നാലേ ഇത് വെന്തിട്ട് കിട്ടും. ഇതിലൊരു ലൈനുണ്ട്, അതിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് പിന്നെ ഒന്നത് വെക്കുന്നതാണ്. ഇത് കഴിക്കണമെന്ന് കുറേ നാളായിട്ടാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്നതാണ്. പക്ഷെ കഴിച്ചിട്ട് നല്ല പണി കിട്ടീനി. കാരണം നല്ല എരിവാണ്. അങ്ങനെ നമ്മൾ ചുണ്ടും നാവെല്ലാം നല്ലൊരു എരിയുന്ന ആ ഒരു ടൈപ്പില്ലേ, അത് കഴിച്ചിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടാ. കാരണം അതിലേക്ക് ആ സോസും ഫുള്ള് ഒഴിച്ചിട്ടുണ്ടായിനി. ടേസ്റ്റിനൊന്നും കുറവ് വരണ്ടാന്നിട്ടില്ലേ, ഞാൻ ആ സോസ് ഫുള്ളും അതിലേക്ക് ഒഴിച്ച് എന്നിട്ടില്ലേ ഇത് നല്ല സ്പൈസി ഉണ്ടായിന് കേട്ടാ. കഴിച്ചിട്ട് പകുതിയെ കഴിക്കാൻ പറ്റിയിട്ടു, എന്തെല്ലോ ആയിപ്പോയി അത് കഴിച്ച ടൈമിൽ. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. സ്പൈസി ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ, ചീസിൻ്റെ എല്ലാം ഫ്ലേവറായിട്ട്. പക്ഷെ എരിവ് സഹിക്കാൻ പറ്റുന്നവർക്ക് കഴിക്കാം. എനിക്ക് നല്ല സ്പൈസി സഹിക്കാൻ പറ്റാത്തതുകൊണ്ടില്ലേ നല്ലപോലെ കഴിക്കാൻ പറ്റിയിട്ടേ ഇല്ല. അങ്ങനെ ഇത് ആ കുക്കീസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കിട്ടുമെന്നെല്ലാം. നല്ല ടേസ്റ്റും ഉണ്ടായിന്. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയിലാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.